ഞങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തിയിട്ടുണ്ടെന്ന് വരിൽ നിങ്ങൾ അതുമായിട്ട് വാ. ഇന്ന് വരെ ആരെ കൊണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല ഞങ്ങളുടെ വൈദികരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ രീതിയിലുള്ള അക്യൂസേഷനുകളെല്ലാം നടത്തുന്നുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധമല്ല, ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതവര് ഡേ 1 ഓൺവേർഡ്സ് അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ശരിയാണ്. FCRA നിയമത്തിൻ്റെ കീഴിൽ വരുന്ന ഒത്തിരി അധികം NGOകളുണ്ട്. അതിനകത്ത് ഒരു ചെറിയ ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ NGOകളുള്ളത്. 30% എന്ന് പറയുന്നത് 30% ഇല്ലുള്ളൂ, മജോറിറ്റി അതേഴ്സിനും. അപ്പം ഈ 30% ഈ 30% ഞങ്ങളിതിനു വേണ്ടി നിൽക്കുക വെച്ചാൽ ഈ കൊണ്ടുവരുന്ന ഫണ്ട് ഇവിടുത്തെ പാപങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ്. ഞങ്ങളിന്നും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നതാണ്. ആ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ തടസ്സം വരുന്ന ഏതിനും എതിരായിട്ട് നിൽക്കും. അതിനെ പോസിറ്റീവായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. JPCയുടെ പൂർണ്ണരൂപത്തിൽ സഹകരിക്കും. തീർച്ചയായിട്ടും JPCയോട് പൂർണ്ണ രൂപത്തിൽ നമ്മൾ സഹകരിക്കുകയെന്ന് വെച്ചാൽ അവരോട് നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒപ്പോസ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. നമുക്ക് അവരോട് സഹകരിച്ചു കൊണ്ടിട്ട് നമുക്ക് പറയാനും നമുക്ക് അവതരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. 2 തവണ താങ്കൾ അമിത്ഷായിട്ട് ചർച്ച നടത്തി, ഒരു തവണ കിരൺ റിജിജു ചർച്ച നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചിന്റെ അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ സംഘടനയുടെ സമ്മർദ്ദമാണ് സർക്കാർ അല്ലെങ്കിൽ സാധാരണ നിലക്ക് ഇത്തരമൊരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ JPCയിൽ ഇവിടെ നിന്ന് കരുതുന്നുണ്ടോ? നമ്മൾ സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം സർക്കാർ എന്നും അധികാരമുള്ളതാണ്, സർക്കാരിന് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ അവര് നമ്മളെ കേട്ടു എന്ന് ഒരു ചരിതാർത്ഥ്യമാണ് എനിക്ക് ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സമ്മർദ്ദമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അവരോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അവര് നമ്മളുടെ ആവശ്യവും ഉണ്ടായിരിക്കാം, നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു നടപടിയിലേക്ക് വന്നതെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ അമേരിക്കൻ ലോ മേക്കർ FCRA ബില്ല് ക്രൈസ്തവർക്കെതിരാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു പുനഃപരിശോധനയ്ക്ക് കേന്ദ്രം തയ്യാറാകുന്നതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് കരുതുന്നു. ഞാൻ അതൊരിക്കലും കരുതുന്നില്ല. കാരണം വെച്ചാൽ ഒരു പുറം രാജ്യങ്ങളും നമ്മുടെ രാജ്യത്ത് സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ്. ആര് സമ്മർദ്ദം ചെലുത്തിയെന്ന്? ദാറ്റ് ഈസ് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, അവരുടെ ഡീലുകൾ. അത് നമുക്ക്, ഞങ്ങൾ സഭയ്ക്ക് അതിനകത്ത് ബന്ധുക്കളൊന്നുമില്ല, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സിറ്റിസൺ, നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ സമ്പാദിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് അവരോട് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയിക്കുന്നു, അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അല്ല നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഗവൺമെന്റുമായിട്ട് സഹകരിക്കാമെന്ന് നമ്മൾ പരിശ്രമിക്കുന്നു. ഫണ്ട് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് രാജ്യത്ത് കൺവേർഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഈ വാർത്തകൾക്ക് താഴെയുള്ള കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും അത്തരത്തിലാണ്. അങ്ങനെയുള്ള നരേഷൻ എന്താ പറയുക? ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെന്നൊരിൽ 2021 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, സുപ്രീം കോടതി ഗവൺമെന്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് കൺവേർഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ള അതിന്റെ ലിസ്റ്റ് കൊണ്ടുപോവാ. ഇന്ന് വരെ ഗവൺമെന്റ് ഒരിടത്തും ഒരു ലിസ്റ്റും കൊടുത്തിട്ടില്ല. ഞങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പോസ്റ്റ് കൺവേർഷൻ നടത്തിയിട്ടുണ്ടെന്ന് വരിൽ നിങ്ങൾ അതുമായിട്ട് വാ. ഇന്ന് വരെ ആരെ കൊണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല ഞങ്ങളുടെ വൈദികരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ രീതിയിലുള്ള അക്യൂസേഷനുകളെല്ലാം നടത്തുന്നുണ്ട്. ഇന്ന് വരെ നടത്തിയിട്ട് ഞങ്ങളുടെ വളരെയധികം ആൾക്കാരെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ 10 കത്തോലിക്ക സഹോദരങ്ങൾക്ക് ജയ്പൂരിൽ ഇന്ന് ബെയിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരിടത്തും പ്രൂവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇതൊരു നറേറ്റീവാണ്. ഇവിടെ കൺവേർഷൻ നടത്തുകയെന്ന്. ഞങ്ങൾ ഒരുത്തരെയും കൺവേർട്ട് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ആരെങ്കിലും മാനസികമായ രീതിയിൽ അവർ നന്മയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ നന്മയാണത്. അല്ലാണ്ട് ഞങ്ങൾ ആരെയും മത കൺവേർട്ടർ നടത്തുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സ്ഥാപനങ്ങളല്ല, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിൽ എത്രയോ ആയിരങ്ങൾ, 10,000 ലക്ഷങ്ങൾ പഠിച്ചിറങ്ങി പോകുന്നു.
നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വരുന്നു. ഇതിലൊന്നും ആരും ഒരു കൺവേർഷനും നടത്തുകയായിട്ട് ഒരിടത്തോ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്ന് വരില്ല. അവരെന്തിനാണ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്?